നമ്മുടെ സമസ്ത കേരള ജമിയത്തുലമയുടെ മുശാവറ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ആളുകൾ ചെയ്യുന്ന തെറ്റിലേക്ക് വഴുതി പോകാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും സമസ്ത മുശാവറയിൽ ആലിമീങ്ങൾ ചർച്ച ചെയ്ത് പബ്ലിക്കായി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ചെയിൻ ബിസിനസ് എന്ന പേരിൽ ആരുടെ എല്ലാമോ സംഖ്യകൾ ആരുടെ എല്ലാമോ കയ്യിലേക്ക് പോകുന്ന, എന്താണ് അതിന്റെ ഹലാല് ഹറാമെന്നും ചിന്തിക്കാതെ പലരും അതിൽ പോയി ചാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫമനിത്തഖ ശുബുഹാത്തി ഖദ് ഇസ്തബറ ലിദീനിഹി വഇർദിഹി, സംശയമുള്ളത് ഒഴിവാക്കിക്കളണമെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെങ്കിലും അതിന് ആളെ ചേർത്ത് പിടിച്ച് അതിന്റെ എവിടെ അഡ്രസ്സ്, ആരായി ചെയ്യുന്നത്, എന്താ കിട്ടുന്നത് ഒന്നും നോക്കാതെ എത്ര മുത്തഅല്ലിമീങ്ങളെ പൈസയാണ് കുടുങ്ങിക്കിടക്കുന്നത്, എത്ര പാവം മുഅല്ലിമീങ്ങളെ പൈസയാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതിന്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ കേൾക്കുകയാണ്. സാധാരണക്കാരന് വേറുണ്ട്. അപ്പോ അതിൽ നിന്ന് അത് ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സമസ്ത മുശാവറ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് ചെയിൻ ബിസിനസ്സിൻ്റെ കാര്യമാണ്. ഈ പണം എന്നാൽ അതാണ് ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം. ഈ വരുമാനം വരാൻ തുടങ്ങുമ്പോൾ ആരും അതിനെ കുറ്റപ്പെടുത്തില്ല, അതിനാരും പറയാനില്ല. അതിൽ കൂടുതൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, തഹസീലായ ആലിമീങ്ങൾ പോലും എല്ലാവരും പെട്ടിട്ടുണ്ട് അതിൽ. അതൊരു ബിസിനസ്സാണ്, ചെയിൻ ബിസിനസ്സാണ്. ഓരോ നാളെ ഇങ്ങനെ കൂട്ടി പോവുക, ചെയിനാക്കി ആ ചെയിനിൽ ആദ്യം തുടങ്ങിയവർക്ക് കുറച്ച് പേർക്ക് കിട്ടും, അവസാനം ആ കമ്പനി ഇല്ലാണ്ടാകും. ഇല്ലാണ്ടായപ്പോഴാണ് ഈ ചെയിന് കൂട്ടിയവർ ചോദിക്കുന്നതും ചോദ്യത്തിലേക്ക് വരുന്നതും, നഷ്ടമായവർ വേവലാതിപ്പെടുന്നതും എല്ലാം. അത് വളരെ ഒരു കഷ്ടകരമായ സംഗതിയാണ്. ഒരാൾ വീട്ടിൻ്റെ അകത്ത് പോലും വർഷത്തോളം പുറത്തു പോകാത്ത അവസ്ഥയിലായിരുന്നു. പറഞ്ഞാൽ ചെയിനിലേക്ക് കൂട്ടിയവർ അവർ വിടുന്നില്ല, അവർ കോൾ വിളിക്കുന്നു, അവർ വീട്ടിലേക്ക് വരുന്നു, അന്വേഷിക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്താവാത്ത അവസ്ഥയും ആയി. അതുകൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് നല്ല കാര്യമാണ്. അതെല്ലാം പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ പാടുള്ളത് അല്ല തന്നെയാണ്. എങ്കിലും അത് തുടക്കത്തിൽ ഇൻകം വരുമ്പോൾ ആരും പറയുകയില്ല, അത് പരാജയപ്പെടുമ്പോഴാണ് പറയാൻ തോന്നുന്നത്. അതുപോലെയാണ് ഇപ്പോൾ ഉള്ള യൂട്യൂബ് വരുമാനം, സോഷ്യൽ മീഡിയ വരുമാനം ഉണ്ടാവില്ല, അതും. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ സഫ്വാൻ സഖാഫി സബ്സ്ക്രൈബ് ചെയ്തവരെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തവർ എവിടെയെങ്കിലും കിട്ടിയാൽ എന്തോ ഒരു സന്തോഷമാണ്, എന്തോ ഒരു റാഹത്താണ്. ഒരാൾ കിട്ടിയാൽ മതി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സാണ്. നമ്മളും അതുപോലെ ബിസിനസ് ചെയ്യുന്നവരാണ്. നമുക്ക് ഒരു കസ്റ്റമർ കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷമാണ്, നല്ലൊരു കസ്റ്റമർ കിട്ടിയാൽ നല്ല സന്തോഷമാണ്. അതുപോലെയാണ് ഇദ്ദേഹം ദീനിനെ പിടിച്ച് ഒരു ബിസിനസ് ചെയ്യുന്നതാണ്. അദ്ദേഹം വിളമ്പി കൊടുക്കുന്നതെല്ലാം ദീനാണ്, ഇവിടെ ചെയ്യുന്നത് ബിസിനസ്സാണ്. അത് എത്ര ശരിയാണെന്ന് ഇപ്പോൾ ആരും പറയാനും വലിയ ആലിമീങ്ങൾ പറയാനും വരികയില്ല. ഇതിൻ്റെ വരുമാനം ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോഴാണ് അത് ഒരു ഭാഗത്ത് ടാക്സ് കൂടുകയും വരുന്ന വരുമാനം കുറയുകയും ഇതെല്ലാം ഉണ്ടാകും. കാലക്രമേണം അതാണ് ഉണ്ടാകുന്നത്. അവർ നല്ല പോലെ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ആരാണെങ്കിലും നമുക്കൊരു വരുമാനം തരുകയാണെങ്കിലും അത് സ്ഥിരമായിരിക്കണമെന്നും ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ആ സഫ്വാൻ സഖാഫിൻ്റെ ഒരു സന്തോഷം കാണാം, പിന്നെ അല്പം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്നലെ മണ്ണാർക്കാട് നിന്ന് ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റും മെമ്പർ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഞാൻ ഓർക്കുന്നു പ്രദീപാണെന്ന് തോന്നുന്നുണ്ട്, ആ ചെറുപ്പക്കാരൻ ഫോട്ടോ ഇട്ടിട്ട് എൻ്റെ അടുക്കൽ വന്നു, ഒരു സെൽഫി എടുക്കട്ടെ, ഫോട്ടോ ഒക്കെ എടുത്ത്, ഞാനേ നിങ്ങളെ സബ്സ്ക്രൈബറാണ്, ഒന്നും ഞങ്ങളെ പ്രോഗ്രാം കാണാറുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഒരുപാട് മുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ, ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും നമ്മുടെ ചാനൽ വീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുകയാണ്. ബഹുമാനമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനൽ വികസിപ്പിക്കാനാണ് അദ്ദേഹം പ്രയത്നിക്കുന്നത്. ഒരാളെ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ
അത് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. ആരാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് ചെയ്യും. നമ്മൾ നമ്മുടെ സ്വന്തം ബിസിനസ്സിന് അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ജീവിക്കാനുള്ള ഒരു മാർഗവും ഒന്നുമല്ല. ഈ നമ്മുടെ ചാനൽ കണ്ടാൽ തന്നെ നിങ്ങൾ പറയും ഇതിൽ വലിയ വരുമാനമൊന്നും വരാനില്ല, അതിനെ പ്രതീക്ഷിച്ചിട്ടുമില്ല. നമുക്ക് സമയമുണ്ടാകുമ്പോഴാണ് ഇതിനെ ചെയ്യാറ്. വെറുതെ കണ്ടപ്പോൾ ഓരോന്നും സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ഇദ്ദേഹം അതുപോലെയല്ല, അതിൻ്റെ ബാക്കിലോട്ടാണ്. ഏത് രീതിയിൽ പറഞ്ഞാലാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് രീതിയിലാണ് നമുക്ക് പണം വരുന്നത്, ഏത് രീതിയിൽ പറഞ്ഞാലാണ് നമ്മൾ വിശ്വസിച്ച് അടുക്കൽ വന്നിട്ടെത്തും, അതുപോലെ നമ്മൾ സന്ദർശിക്കാൻ വരും, അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ ചെയ്യും. ഇതെല്ലാം അന്വേഷിച്ച് ദീനിനെ മുറുകെ പിടിച്ച് ആ ദീനിനെ ഉപയോഗിച്ചുണ്ടാക്കുന്ന കാശാണ് ഇത്. അത് കൊണ്ട് ഉള്ള വരുമാനമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വരുമാനം കുറയുമ്പോൾ 100 രൂപ ആണെങ്കിൽ ഇപ്പോൾ സാധാരണയായി ഒരു 10-20% ടാക്സ് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ കാലക്രമേണ 80% ടാക്സും 20% നമുക്കും ഈ ചെയ്യുന്നവർക്കും എന്നുള്ള രീതിയിലേക്ക് ഇത് എത്താനുണ്ട്. ഒരുപാട് കാലമൊന്നും വേണ്ട, ഇത് എത്തുകയും ചെയ്യും. അപ്പോഴാണ് ഈ വലിയ ഉസ്താദന്മാരുണ്ടല്ലോ, നമ്മൾ കരുതുന്ന വലിയ ഉസ്താദന്മാർ, അവർ ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇത് പാടുള്ളതല്ല, ഇത് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമും ഹലാലും എല്ലാം എടുത്തുകൊണ്ട് അസമയത്ത് വന്നിട്ട് എത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനെ കണ്ട് എനിക്ക് വളരെ സന്തോഷമായി. ഇദ്ദേഹം ഒരു ബിസിനസ് ചെയ്യാൻ നല്ല ഒരു തരപ്പെട്ട ആളാണ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പാർട്ട്ണറാക്കി ബിസിനസ്സിൽ കൂട്ടിയാൽ നല്ലപോലെ ഡെവലപ്പ് ചെയ്യുമെന്ന് എനിക്ക് അദ്ദേഹത്തിന് കണ്ടപ്പോഴേ മനസ്സിലായി. നിങ്ങൾക്കും മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.